ഹലോ ഹായ്, എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നൊരു ഈദ് സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഈദ് ഡേ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വ്ളോഗിലൂടെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം 5:50 പള്ളി പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എല്ലാവരും പള്ളിയിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തുക, പള്ളിയുടെ പുറത്ത് നിൽക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും നേരത്തെ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു 3 വർഷം മുമ്പ് ഞാൻ ഒരു പ്രവാസിയുടെ ലീവില്ലാത്ത പ്രവാസിയുടെ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗും പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പതിവുള്ള ഒരു പരിപാടിയാണ്, ചായ കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ട് കഴിക്കുക. ഒരു മാസക്കാലം നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു മാസമായി. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇസ്മായിൽക്കുണ്ട്, പിന്നെ പ്ലസ് അബ്ദുള്ള ഇത്തോപ്യക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ 4 ആളും കൂടിയിട്ടാണ് പള്ളിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പള്ളിയുടെ താഴെ ഒരു ധന്യ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് എന്തെങ്കിലും ചായയും എന്തെങ്കിലും സംഭവം കഴിക്കാം. പുട്ടും കടലക്കറി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പെരുന്നാളല്ലേ, ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുന്നൊരു സമയമാണ്. ചിലർ കിടന്നുറങ്ങും, ഉറങ്ങി കഴിഞ്ഞിട്ട് അടുത്ത പ്ലാനുകളൊക്കെ. ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഒന്നൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് എൻ്റെ പ്ലാനൊന്നുമില്ല, ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഈ പെരുന്നാളുകൾ 25 വർഷം പെരുന്നാളുകളെല്ലാം ലീവല്ല, ജോലിയാണ്. ഇപ്പോഴും എന്നും ഡ്യൂട്ടിക്ക് പോകണം, അതാണ് എൻ്റെ പരിപാടി. ഒരുപാട് ആൾക്കാർ ഇന്ന് ലീവ് 2, 3, 4 ദിവസമൊക്കെ ലീവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കിടക്കുക, ഇനി വീണ്ടും ഡ്യൂട്ടിക്ക് പോകാമെന്നുള്ളതാണ് അടുത്ത പരിപാടി. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഇതേ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇന്ന് പെരുന്നാളായ കാരണമാണ് ഈ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ഇട്ട് പോകുന്നത്, അല്ലെങ്കിൽ യൂണിഫോം ഇട്ട് പോകണം. നിങ്ങൾ ഈ റോഡൊക്കെ നോക്കിയേ, ഫുള്ള് ശാന്തം, എല്ലാവരും പെരുന്നാളിലെ ഇതിലായിരിക്കും. നമ്മൾ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഇനി ഷോപ്പിൽ പോയി സാധാരണ രീതിയിൽ ഡ്യൂട്ടിയൊക്കെ ചെയ്ത്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പെരുന്നാളെന്ന് പറഞ്ഞാൽ. യുദ്ധത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ഈ ഒരു വ്ളോഗ് ചെയ്യാൻ കാരണം. ഈ ഒരു യുദ്ധഭീതിയിലും ഞങ്ങളിവിടെ സാധാ രീതിയിൽ തന്നെയാണ് പോകുന്നത്. യുദ്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സേഫാണ്, എല്ലാം അതിൻ്റെ സാധാരണ രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. എങ്കിലും ഈ യുദ്ധം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പെരുന്നാളും അതേപോലെ തന്നെ വെള്ളിയാഴ്ച കൂടിയായ കാരണം വീണ്ടും പള്ളിയിൽ ജുമാക്ക് വേണ്ടി വന്നതാണ്. ഈ പെരുന്നാളിൻ്റെ ഒരു ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇപ്പോൾ പള്ളി കഴിഞ്ഞ് നേരെ ഷോപ്പിൽ പോകണം, ഡ്യൂട്ടിയിലാണ്. അവിടെ പോയിട്ട് ഒരു പെരുന്നാളിൻ്റെ ബിരിയാണി കൂടി കഴിക്കുക. പള്ളി കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. പക്ഷേ നിങ്ങൾ ആകാശമൊക്കെ ഉണ്ടല്ലോ, നല്ല കാർമേഘമുണ്ട്. നമ്മളെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഇന്ന് ഫിഷ് ബിരിയാണിയാണ്. പെരുന്നാളിൻ്റെ ആ ഒരു ബിരിയാണി കഴിക്കുകയാണ്.
അങ്ങനെ പെരുന്നാളിൻ്റെ ബിരിയാണി എല്ലാം കഴിഞ്ഞു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ഇനിയും വൈകിട്ട് വേണം. വൈകിട്ട് പോയാൽ വീണ്ടും ഡ്യൂട്ടിയാണ് നൈറ്റ് വരെ. ഇപ്പോൾ ഞാൻ നേരത്തെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞില്ലേ, ഫുള്ള് കാർമേഘം, നല്ല മഴക്കോളുണ്ട്. ഇത് രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പെരുന്നാളെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർ, ഈ കഫ്റ്റീരിയ സൂപ്പർ മാർക്കറ്റൊക്കെ പോലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ തന്നെയാണ്. പള്ളിയിൽ പോവുക, വരിക, ഡ്യൂട്ടിക്ക് പോവുക, അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് എടുക്കാൻ കാരണം, ഇവിടെ ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ സാധാരണ നമ്മൾ ഉള്ള പോലെ തന്നെയാണ് ഇവിടെ നടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഓക്കെയാണ്, സേഫാണ്. അതുകൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിനൊക്കെ ബൈ.